ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 5 മണിവരെ 67.14% പേർ വോട്ട് ചെയ്തു. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, ആദ്യഘട്ടത്തേക്കാൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ഉയർന്നിട്ടുണ്ട്. ആത്മവിശ്വാസത്തിലാണോ മുന്നണികൾ? അമൃത, തീർച്ചയായിട്ടും ഇരു മുന്നണികളും ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 64% പോളിംഗ് ആയിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോൾ 3% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 67.14% പോളിംഗ് ആണ് ബീഹാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാന ഘട്ടത്തിൽ 122 മണ്ഡലങ്ങളാണ് വിധി എഴുതി. പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലകളാണ് രണ്ടാം ഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള വോട്ട് അല്ലെങ്കിൽ വോട്ടെടുപ്പ് മേഖല എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇന്ന് സ്ഥാനാർത്ഥികളാണ്. പ്രത്യേകിച്ച് 4 മന്ത്രിമാർ ഇന്നത്തെ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വളരെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഇന്ന് വോട്ട് തേടിയത്. എന്തായാലും ജനങ്ങൾ പങ്കുവെക്കുന്നതനുസരിച്ച് ഇരു മുന്നണികൾക്കും ഒപ്പം നിൽക്കുന്ന ജനങ്ങളുണ്ട്. പക്ഷേ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഇരു മുന്നണികളും. പ്രത്യേകിച്ച് 20 വർഷമായി നീണ്ടു നിന്ന നിതീഷ് കുമാർ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകളുടെ ആരോപണം കൃത്യമായി ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. SIR കൃത്യമായി തന്നെ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ മഹാസഖ്യം ഉള്ളത്. അതോടൊപ്പം തന്നെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് ജനങ്ങളെ കൂടുതലായിട്ട് വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടിങ്ങിനായി എത്തിച്ചത് എന്നുള്ള ആത്മവിശ്വാസമാണ് NDA സഖ്യം മുൻപോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് മഹാസഖ്യത്തിന്റെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു ജംഗിൾ രാജിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മഹാസഖ്യം നയിക്കുന്നത് അല്ലെങ്കിൽ അവർ ആലോചിക്കുന്നത്. അതിനെതിരെയാണ് ജനം വോട്ട് ചെയ്തതെന്നാണ് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുൻപോട്ട് വെക്കുന്ന ആശയം. എന്തായാലും 14-ാം തീയതിയാണ് വോട്ടെണ്ണൽ. കൃത്യമായിട്ട് ഇരു മുന്നണികളും അവരുടെയൊക്കെയും എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെയും അല്പസമയത്തിനകം പുറത്തു വരും. എങ്കിൽ തന്നെയും ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് BJP കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നതും. ജനങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇനിയും കാത്തിരിക്കേണ്ടി വരും. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകുന്നത്.